പത്തനംതിട്ട കൂടൽ പോലീസ് സ്റ്റേഷനിലെ 13 വയസ്സുകാരിയുടെ ഒരു വ്യാജ പരാതി പ്രണയ നൈരാശ്യം മൂലം. 13 വയസ്സിൽ എങ്ങനെയാണ് പ്രണയ നൈരാശ്യം വരുന്നതാണ് എനിക്കിപ്പോൾ സംശയം. കാരണം വളർന്നു വരുന്നതിലേ ഉള്ളൂ, പ്രണയത്തിലോട്ട് എത്താൻ സമയമായില്ലല്ലോ. 9ാം ക്ലാസ്സുകാരിയാണ്. വീടിന് തൊട്ടടുത്തുള്ള കുട്ടികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രണയ നൈരാശ്യം മൂലം ആണ് ഈ സംഭവം നടന്നതെന്നാണ് ഇപ്പോൾ വാർത്ത വരുന്നത്. എന്തായാലും 13കാരിയെ അടുത്ത വീട്ടിലെ തൻ്റെ സുഹൃത്തുക്കൾ ഒന്നിച്ച് പഠിക്കുന്നവരും പീഡിപ്പിച്ചു എന്നുള്ള രീതിയിൽ പോലീസ് വീട്ടുകാരോട് പറഞ്ഞ് പോലീസ് മൊഴി കൊടുത്തു. പോലീസ് കേസെടുത്തു. കൂടൽ പോലീസ് ഉടനെ മറ്റേ കുട്ടികളെ കസ്റ്റഡിയിലെടുത്തു. കുട്ടികൾ മൈനറാണെന്ന് വിചാരിച്ചുകൊണ്ട് അവർ കുറ്റവാളി അല്ലാതെ അറിയില്ല. കുറ്റവാളിയാണ്, പോലീസ് കസ്റ്റഡി എടുക്കും. അതിന് നിയമപരമായി യാതൊരു തടസ്സമില്ല. പക്ഷേ മെഡിക്കൽ പരിശോധനയിൽ ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് കണ്ടു. അതോടുകൂടി പോലീസ് വീട്ടിലായി. കസ്റ്റഡിയിൽ ഇരുന്നവരെ അവരെ മാതാപിതാക്കളെ എത്തിച്ചു. പക്ഷേ അതിലൊരു പയ്യനെ തന്നെ ഭീകരമായി മർദ്ദിച്ചു പോലീസ് എന്ന് പറയും. എന്തായാലും കസ്റ്റഡി എടുത്തതിന് പോലീസിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഒരാൾ പോക്സോ കേസാണ്, മൊഴി കൊടുത്തു, അതനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തു. അതൊക്കെ പോലീസിൻ്റെ നിയമപരമായ ചട്ടങ്ങളനുസരിച്ചാണ് അവർ ചെയ്യുന്നത്. പോലീസ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് റിമൂവ് ചെയ്തതിന് അതൊരു 10-28 വയസ്സുള്ളൊരു ഒരാൾ കൊണ്ടായിരുന്നു. അയാൾ മാറ്റി നിർത്തി, പോലീസ് ഒന്നും ചെയ്തില്ല. പക്ഷെ ഇതിനകത്തൊരു പയ്യനെ പറ്റിയാണ് ആരോപണം. അത് ഇപ്പോൾ ആ പെൺകുട്ടിയെ മൊഴി കോടതിയിൽ രേഖപ്പെടുത്തിയപ്പോൾ സത്യം പറഞ്ഞു പീഡിപ്പിച്ച് ചെയ്യാം, നന്നായി നൈരാശ്യം അതോട് കേസ് കാറ്റിൽ പറന്നുപോയി. പോലീസിനെതിരായിട്ട് പോലെ ആരോപണം വന്നിരിക്കുന്ന മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി കൊടുത്തിരിക്കുന്നതായിട്ട് മാതാപിതാക്കൾ. ഒരു പയ്യനെ പോലീസ് മർദ്ദിച്ചു അല്ല, അത് ആ മർദ്ദനത്തിൻ്റെ നിലവാരം നോക്കിക്കഴിഞ്ഞാൽ അതിക്രൂരമായി മർദ്ദിച്ചെന്നേ പറയും. അത് ബൂട്ടിട്ട് ചവിട്ടിന്നു. പോലീസ് സ്റ്റേഷനകത്ത് ബൂട്ടിടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ബൂട്ടിട്ട് ചവിട്ടി, കയ്യിൽ വിലങ്ങിട്ടു, കസേരയിൽ ഇനിച്ച് വിലങ്ങിട്ടിട്ട് കാൽവെള്ളയും ചൂട് കൊണ്ടടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത്രയും എക്സസ് അവർ പോലീസ് ചെയ്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഏതായാലും അതിനകത്ത് എക്സാമിനേഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ ആ കുട്ടികളെ പോക്സോ കേസിലായാലും എന്ത് കേസിലും പ്രതികളായി വരുന്ന കുട്ടികളെ ദേഹത്തോടാൻ മൈനറാണ്, ദേഹത്ത് തൊടാനൊന്നും പോലീസിന് അറിയാറില്ല. അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അവിടുത്തെ SP അന്വേഷിക്കണം, അവർക്കെതിരായിട്ട് ശക്തമായ നടപടി എടുക്കണം. ഇവിടെ മാതാപിതാക്കൾ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് നടപടി വേണം, പരിക്കേറ്റിട്ടുണ്ട്, പോലീസ് മർദ്ദിച്ചു എന്നാണ് ആരോപണം. പക്ഷേ അവിടുത്തെ SP പറഞ്ഞിരിക്കുന്നത് കുട്ടികളാണ്, അതുകൊണ്ട് ഇതിനകത്ത് വ്യക്തിവൈരാക്കി കൊണ്ട് പറഞ്ഞതാണോ എന്നുള്ള കാര്യം അസുഖമാണ്. അത് തന്നെ അറിയാം. മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഇപ്പം തന്നെ ഈ വാർത്തകൾ TV എല്ലാം കെട്ടിട്ടായിരിക്കണം തന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രാവിറ്റി കൂടും. അവനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നാണ് കൊച്ചു മനസ്സിൽ തോന്നിയിട്ട് അങ്ങനെ പാഠം പഠിപ്പിച്ചതുമാണ് ഇത്. ഇപ്പോഴത് കാര്യങ്ങൾ മാറി. ഇപ്പോൾ പോലീസിന് മനസ്സിലായി ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടില്ല എന്ന്. മെഡിക്കൽ പരിശോധനയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാലും ആ കുട്ടിയെ ഒരു പീഡനത്തിന് മെഡിക്കൽ പരിശോധന വേണമെന്നല്ല, മെഡിക്കൽ എവിഡൻസ് വേണമെന്നില്ല, പീഡന ശ്രമത്തിന് അത്യാവശ്യമില്ല. അപ്പോൾ അത് പോലീസ് ഒന്നുകൂടെ ഈ കാര്യമായിട്ട് അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞത്, അതിൻ്റെ മോട്ടീവ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷിക്കുക. അത് SP അത് പറയുക. പത്തനംതിട്ട SP ഈ കാര്യത്തിൽ വീണ്ടും അന്വേഷിക്കണം നന്നായിട്ട്. കുട്ടികളുടെ മനസ്സിലാണ്. നേരത്തെ നമുക്കറിയാമല്ലോ, ആലപ്പുഴ ജില്ലയിലെ എനിക്ക് ഓർമ്മ, ഒരു പെൺകുട്ടിക്ക് ഒരു പയ്യനുമായിട്ട് ബന്ധം വന്ന് അതിനെ ആ പയ്യെ പീഡിപ്പിച്ചു. അത് മൈനറാണ് ആ കുട്ടി. ആ പയ്യനും മൈനറാണെന്ന് തോന്നുന്നു. അവൻ പറഞ്ഞ ഏതായാലും നീ ഇതൊന്നും വെളിയിൽ കുറയണ്ട, കുട്ടിയധികം ചില പ്രശ്നമായിക്കൊണ്ട് വീട്ടിൽ പരിച്ചു മെഡിക്കൽ പരിശോധന നടത്തിയപ്പോൾ കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് മനസ്സിലായി. പയ്യൻ്റെ പേര് അവൻ പറഞ്ഞിട്ട് പറയുകയും വേണ്ട. ആ സ്കൂളിലെ റിട്ടയർ ചെയ്ത പ്രായമുള്ള ഒരു മിലിറ്ററിക്കാരനാണ്. അയാളുടെ പേര്, അയാളാണ് പീഡിപ്പിച്ചത്. രണ്ടുപേരും കൂടെ
തീരുമാനം എടുത്തിട്ട് റിസൾട്ട് പെൺകുട്ടി പോലീസിനടുത്ത് പറഞ്ഞു. ആ പാവത്തിനെ അറസ്റ്റ് ചെയ്തു. ഏകദേശം 10-90 ദിവസം ജയിലിൽ കിടന്നു, റിമാൻഡിൽ. പിന്നെ ജാമ്യത്തിൽ ഇറങ്ങി. പക്ഷെ കോടതി ഈ കേസ് കുറ്റച്ചാർജ് കൊടുത്ത ട്രയൽ സമയത്ത് കോടതിയിലാണ് എത്തിയത്. സത്യം പറയണമെന്നൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യിച്ചു. അതിലൊരു കുട്ടിയുടെ മനസ്സ് മാറി ഉള്ള കാര്യങ്ങൾ പറയും. തൻ്റെ പ്രണയ സുഹൃത്താണ് പറഞ്ഞാൽ കുഴപ്പമാവും, അതുകൊണ്ട് മറ്റേ പ്രായമുള്ള ആൾ അവിടുത്തെ സെക്യൂരിറ്റിക്കാരനാണ് എന്ന് പറഞ്ഞ സ്കൂൾ സെക്യൂരിറ്റിക്കാർ. സ്കൂൾ അധികം പിന്നീട് ഇയാളെ ജോലിക്കൊക്കെ വിളിച്ചിട്ട് അയാൾ പോയി. മാനാഭിമാനമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഏതായാലും ആ കുട്ടിക്കെതിരായിട്ടൊന്നും പറഞ്ഞില്ല. ഇത്രയും ദിവസം ജയിലിൽ കിടത്തത് വിച്ച് ആ പാൻ പിടിച്ച വയോധികന് 10-90 ദിവസം ചെയ്യുന്നുണ്ട്. അപ്പം കുട്ടികളുടെ മനസ്സിലിങ്ങനെ മാറി മെച്ച അവരുടെ സ്വന്തം കാര്യം നേടാൻ വേണ്ടി എന്ത് വെള്ളവും പറയും. മനസ്സിങ്ങനെ മാറിക്കൊണ്ടേ. നമ്മൾ വിചാരിക്കുന്ന ആ കാര്യങ്ങളൊന്നും അല്ല കുട്ടികളുടെ ലോകം. അതുകൊണ്ട് അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഈ കൂടല്ലൂര് പോലീസ് സ്റ്റേഷൻ കേസ്. പ്രണയ നൈരാശ്യം വന്നു, അത് വലിയ വാർത്തയായി. ആ അടുത്ത വീട്ടുകാരും ആ കുട്ടിയുടെ വീട്ടുകാരും എല്ലാം രംഗത്ത് വന്നു, പോലീസ് വന്നു, ചാനലിൽ വന്നു വാർത്തകൾ. ഒരു കള്ളം ഒരു കുട്ടി പറയുക. പക്ഷേ എന്തുകൊണ്ട് ആ കള്ളം പറഞ്ഞു, എന്തിനു വേണ്ടി പറഞ്ഞു? പ്രണയ നൈരാശ്യം എന്നൊക്കെ പറയും. 17 വയസ്സിൽ എന്ത് നൈരാശ്യം? ഇതല്ലേ നമ്മുടെ ചിത്രകാര്യങ്ങൾ കുട്ടികളെ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നവർ പകരി കല ക്ലാസ്സുകളൊക്കെ എല്ലായിടത്തും എടുക്കുന്നപ്പോൾ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ ക്ലാസ് അടിയന്തരമായിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും എടുക്കണം. എപ്പോഴും മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൂട്ടി. അത് ക്ലാസ്സിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിൽ ഇങ്ങനെയുള്ള ജനറൽ ക്ലാസ്സുകൾ അടിയന്തരം. സ്കൂളിലൊക്കെ ധാരാളം പ്രണയങ്ങൾ ഇപ്പം നടക്കുന്നതെന്ന് അതിൽ നിന്ന് മനസ്സിലാവും. 9ാം ക്ലാസ്സിലായിരിക്കും പ്രണയമാവും, പ്രണയം നൈരാശ്യമായി. അപ്പോൾ അത് അവിടുത്തെ മാത്രം പ്രശ്നമല്ല, എല്ലാ സ്കൂളുകളിലും ഇത് എത്തിക്കുന്നു. അതുകൊണ്ട് അവർക്ക് വേണ്ട ഡയറക്ഷൻ കൊടുക്കണം, അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കണം. അത് ചുമ്മാ കൊടുത്താലും ഒപ്പില്ല. ടിപ്പിക്കലായിട്ട് ഇതുപോലത്തെ കേസുകൾ എടുത്ത് ഡിസ്കസ് ചെയ്ത് വേണം തന്നെ കൊടുക്കുക. കാരണം അന്നേരം കുട്ടികൾ നമ്മളൊരു ഫുൾ അഡ്വാൻസ്ഡ് ആണ് ഈ രംഗത്ത് അവർ. അതുകൊണ്ട് അതൊന്നും പറയണ്ട പിടിക്കണ്ട എന്ന് മാതാപിതാക്കൾ പറയുന്നത് ശരിയല്ല. എല്ലാം നമ്മുടെ കൂടുതൽ വിവരങ്ങൾ ഈ കാര്യത്തിൽ അവർ ആർജിച്ചിട്ടുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനുള്ള ദൂഷ്യവശങ്ങൾ എന്ന് ആണ്. കാരണം നമുക്ക് ഈ അടുത്ത കാലത്ത് പത്തനംതിട്ട തന്നെ അവിടെ ഒരുപാട് ഹോളിലുള്ള ഒരു കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പ്രഗ്നൻ്റായി. അതൊരു 16 വയസ്സാണ്. അത് പല സ്ഥലത്തു നിന്ന് കോമൺ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുക, വലിയ വാർത്തകളിൽ നിന്നല്ലോ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്രായത്തിൽ തന്നെ 12-13 വെക്കൽ ലീച്ചറായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ പ്രഗ്നൻ്റ് ആവുന്ന ധാരാളം സംഭവങ്ങളുണ്ട്. പലതും അബോർട്ട് ചെയ്ത് കുട്ടികളെ ആ പ്രായത്തിലുള്ള പ്രഗ്നൻസിക്ക് അബോർട്ട് ചെയ്ത് കളയാം. 12 വയസ്സിനകത്തുള്ള കുട്ടികൾ മൈനറാണ്. അതുകൊണ്ട് ജീവവിരുദ്ധമായി ഇപ്പോഴുള്ള പ്രഗ്നൻസി തൊട്ടാൽ ഉടനെ തന്നെ അബോർട്ട് ചെയ്ത് കളയാം. അതിന് ആരും മടിക്കരുത്. അതിനുള്ള നിയമപരമായ സംരക്ഷണം ഉണ്ടാവും. എല്ലാ ഹോസ്പിറ്റലിൽ അത് ചെയ്യും. ഡോക്ടർമാർ മൈനറാണെന്ന് നടക്കാതെ അബോർട്ട് ചെയ്ത് പറഞ്ഞോളും. അത് പോലീസ് തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യം.